ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് തോരനാണിത്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ്റെ രുചി ഇരട്ടിയാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒട്ടും തന്നെ കുഴഞ്ഞു പോവുകയുമില്ല. നല്ല ഉലർത്തിയെടുത്ത തോരനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുഴിവുള്ള പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതാണ് തോരൻ കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇട്ട് കൊടുത്ത കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നാടൻ കറിവേപ്പിലയാണേ. അപ്പോൾ കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് നീളത്തിൽ കുഞ്ചുരലിൻ്റെ വണ്ണത്തിലും നീളത്തിലും അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാളയും ഞാൻ നീളത്തിൽ ഒന്ന് കനം കൂട്ടി ഒന്ന് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. അപ്പോൾ ഈ സമയം തീ നന്നായിട്ട് കുറച്ചാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിനിടയ്ക്ക് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ 1 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ ഒന്നും കൂടി അടപ്പ് ഇളക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ടേ. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവണം. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരാറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് ഏകദേശം 1/4 വേവ് ആയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശം വെള്ളം വറ്റാറായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം ചെറുജീരകം പൊടിച്ചതാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ കഴുകിയിട്ട് ഉണക്കി പൊടിച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ ഞാനൊരു രഹസ്യ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് കറുത്ത എള്ളാണ് കേട്ടോ. അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ഇട്ട് കൊടുത്താൽ. നമ്മുടെ തോരൻ ഒരു പ്രത്യേക ലുക്കുമാണ് കാണാൻ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ്റെ രുചി ഇരട്ടിയാകും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ ചേർത്ത ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ ഒന്ന് മധ്യഭാഗം ഒന്ന് കുഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് മധ്യഭാഗത്തോട്ടൊന്ന് ആക്കിയിട്ട് വീണ്ടും ഒന്ന് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി തീ നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ആ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് അരപ്പൊക്കെ നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. നോക്കിയേ, നമ്മുടെ തോരൻ നല്ല ഉലർത്തിയെടുത്ത തോരനായിട്ട് കിട്ടിയിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ പൊടിഞ്ഞു പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമ്മൾ കറുത്ത എള്ളൊക്കെ ചേർത്ത് തയ്യാറാക്കിയ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനൊരു തോരൻ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൊച്ചുമക്കളും വലിയവരും ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. കൊച്ചുമക്കൾക്ക് വളരെയധികം ഇഷ്ടമാകും.
അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്